ജാൻവി, ലുക്ക് അറ്റ് മീ. ലുക്ക്, നീ ഇപ്പോൾ എന്താ ആലോചിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി, ഓക്കെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജാനി നോക്കാഞ്ഞതും ആദ്യം അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. അവൾ പിടയ്ക്കുന്ന മിഴിയാലെ അവനെ നോക്കി. ഹേ, എന്തിനാ പേടിക്കുന്നേ? നമ്മൾ രണ്ടുപേരും ഇതുവരെ മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ട് കൂടിയില്ലല്ലോ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ഫസ്റ്റ്. അല്ലാതെ ജാൻവി വിചാരിക്കുന്നത് പോലെ ഐ എം നോട്ട് ഗോണ ഡു എനിത്തിങ് വിത്ത് യു, ഓക്കെ? ജാനി അവനെ നോക്കി തലയാട്ടി. അവളുടെ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. പിന്നെ ലെറ്റ്സ് ബി ഫ്രണ്ട്സ് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ ഇപ്പോഴത്തെ റിലേഷനെ ഫ്രണ്ട്ഷിപ്പ് സോണിലേക്ക് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് ആ ലെവലിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ കാണുന്ന ഓക്വാർഡ്നെസ് ഒക്കെ പതിയെ മാറിക്കോളും. അതോടൊപ്പം തന്നെ തമ്മിലുള്ള ബോണ്ടും ഗ്രാജുവലി കൂടും. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഒരു ഫിസിക്കൽ റിലേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ തലപുകയ്ക്കേണ്ട, കേട്ടോ? അന്നാ വേഗം ആ പാലെടുത്ത് കുടിക്ക്. ഐ ഡോണ്ട് ലൈക്ക് മിൽക്ക്. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ജാൻവിക്ക് തന്നത്. ആദ്യം പറഞ്ഞത് കേട്ടതും അവൾ വേഗം ഗ്ലാസ്സിലെ പാലെടുത്ത് കുടിച്ചു. അവളുടെ മേൽചുണ്ടിൽ പറ്റിയ പാൽ അവൻ കൈകൊണ്ട് തുടച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് അന്ന് പേസ്ട്രി ഷോപ്പിൽ വെച്ച് ആദി അവളുടെ മുഖത്തായ ഐസ്ക്രീം തുടച്ചു കൊടുത്തതാണ് ഓർമ്മ വന്നത്. ആദിയുടെ ഓരോ പ്രവൃത്തിയും ജാനിക്ക് അവനോടുള്ള റെസ്പെക്റ്റ് കൂട്ടി. താൻ ഏറെ ഭയന്നിരുന്ന കാര്യം എത്ര പെട്ടെന്നാണ് ഒരു സംശയവുമില്ലാത്ത രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഇതുവരെ തോന്നാതിരുന്ന സുരക്ഷിതത്വം ജാനിക്ക് അപ്പോൾ തോന്നി. ഏത് സൈഡിലാ കിടക്കുന്നത്? ആദിയുടെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ഞാൻ ഈ സൈഡിൽ കിടന്നോളാം, അവൾ ഇരിക്കുന്ന ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആദി ഇരുന്നിടന്ന് എഴുന്നേറ്റ് മറു സൈഡിലേക്ക് പോയി. ഡിം ലൈറ്റ് വേണം. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓണാക്കി AC-യുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. ഗുഡ് നൈറ്റ്. അവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് ജാനിയോട് പറഞ്ഞു. ഗുഡ് നൈറ്റ്. അവൾ തിരിച്ചും വിഷ് ചെയ്തതും ആദി പുതപ്പെടുത്ത് പുതച്ച് മറുഭാഗം ജാനിയുടെ മേലേക്ക് ഇട്ടുകൊടുത്തു. അവന്റെ പ്രവൃത്തിയിൽ ജാനിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടുകൂടി തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ആദി ഉറങ്ങിയിരുന്നില്ല. അവൻ ചെരിഞ്ഞു കിടന്ന ജാനിയെ നോക്കി. നല്ല ഉറക്കത്തിലാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കട്ടിലിന്റെ നടുവിലെത്തിയിട്ടുണ്ട്. ജാനിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അവന്റെ നോട്ടം എത്തി. തന്റെ പേരുകൊത്തിയ താലി അവളുടെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടക്കുന്നത് കണ്ടതും അവന്റെ മനസ്സൊന്ന് കുളിർന്നു. നോട്ടം പിന്നെയും ദിശ മാറി അവളുടെ മുഖത്തെത്തിയതും കണ്ണുകൾ മുഖത്താകമാനം പരതി. നെറ്റിയിൽ സിന്ദൂരത്തിന്റെ അവശേഷിപ്പ് ആ മങ്ങിയ വെളിച്ചത്തിലും തെളിഞ്ഞു കാണാം. കട്ടിപ്പുരികങ്ങൾ നല്ല ഷേപ്പിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട്. തിങ്ങി നിറഞ്ഞ ഇടതൂർന്ന കൺപീലികളാണ്. അവളുടെ കുഞ്ഞു മൂക്കിൽ അവൻ നോട്ടം എത്തിച്ചു. പിന്നെയും അത് താഴ്ന്ന് അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നതും അവൻ കണ്ണുകൾ മുറുകെ പൂട്ടി തുറന്നു. പതിയെ അവളുടെ കവിളിലൊന്ന് തട്ടിയിട്ട് ആദി നേരെ കിടന്നു. കുറച്ചു കഴിഞ്ഞതും മേലേക്കൊരു ഭാരം വന്നതറിഞ്ഞതും ആദി കണ്ണു തുറന്നു നോക്കി. ജാനി അവളുടെ കൈയും കാലുമെല്ലാം ആദിയുടെ ദേഹത്തെ ഇട്ടിട്ടാണുള്ളത്. ഉറക്കത്തിൽ ഉരുണ്ടുരുണ്ട് വന്നതാണ്. അവനൊന്ന് ചിരിച്ചുപോയി. ആദി ജാനിയുടെ തല അവന്റെ കൈത്തണ്ടയിലേക്ക് എടുത്ത് കിടത്തി. അവളൊന്ന് ചിണുങ്ങിയപ്പോൾ അവൻ മെല്ലെ ജാനിയുടെ പുറത്ത് തട്ടിക്കൊടുത്തു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. അപ്പോഴും കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യം മാത്രമാണ് നിറഞ്ഞു നിന്നത്. സമയമേറെ കഴിഞ്ഞതിനാൽ അവനും വേഗം ഉറങ്ങിപ്പോയി. രാവിലെ അലാറത്തിന്റെ സൗണ്ട് കേട്ടാണ് ജാനി എഴുന്നേറ്റത്. ആദിയുടെ പെർഫ്യൂമിന്റെ ഗന്ധമാണ് ആദ്യം അവളിലേക്ക് എത്തിയത്. ജാനിയുടെ മുഖം വിടർന്നു. പക്ഷേ കണ്ണു തുറന്നതും അവളുടെ മുഖം വിളറി വെളുത്തു. ദൈവമേ, ഞാൻ ആദി സാറിന്റെ ദേഹത്താണോ ഇത്രയും നേരം കിടന്നത്? സാറ് കണ്ടിട്ടുണ്ടാകുമോ? അപ്പോഴും ആ നെഞ്ചിൽ തലവെച്ചുകൊണ്ടാണ് ജാനി ഓരോന്നും പിറുപിറുക്കുന്നത്. ജാൻവി, ആ അലാറം ഒന്ന് ഓഫ് ചെയ്യുമോ? ആദിക്ക് ജാനി കയ്യിൽ കിടക്കുന്നത് കാരണം അലാറം എത്തുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റു എന്ന് കണ്ടതും അവൻ പറഞ്ഞു. ആദിയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം അവന്റെ ദേഹത്ത് നിന്ന് പൊള്ളിപ്പിടഞ്ഞു മാറി അലാറം ഓഫ് ചെയ്തു. കുറച്ചുനേരം കൂടി കിടന്നു. 6 മണി ആയതേയുള്ളൂ. വർക്കൗട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റത്. വേണ്ട. അവൾ ദേഹത്ത് പറ്റിക്കിടന്നത് ആദി കണ്ടെന്ന് മനസ്സിലായതും ജാനിക്ക് അവന്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. ജാനി കുളിച്ച് ഫ്രഷായി ഒരു സ്കേർട്ടും ടോപ്പും എടുത്തിട്ടു. കണ്ണാടിയിൽ നോക്കി മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദി റൂമിലേക്ക് കയറി വന്നത്. അവളുടെ കണ്ണുകൾ അവനിൽ ആകമാനം ഓടി നടന്നു. ഒരു ബ്ലാക്ക് കളർ ഷോർട്സ് മാത്രമാണ് വേഷം. കഴുത്തിലൂടെ ഒരു ടവൽ തൂക്കിയിട്ടുണ്ട്. ആകെ വിയർത്തു കുളിച്ചാണ് നിൽക്കുന്നത്.
ആ കോലത്തിൽ അവനെ കണ്ടതും ജാനിയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവൾ വേഗം തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു. പക്ഷെ പിന്നെയും കണ്ണുകൾ അവളെ ചതിച്ചുകൊണ്ട് അവനിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ടിരുന്നു. ഹേയ്, അപ്പോഴേക്കും ഫ്രഷായോ? അവളുടെ നോട്ടം കണ്ട് ഉള്ളിൽ പൊട്ടിവന്ന ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. അവൾ മുടി കെട്ടുന്നതിൽ ശ്രദ്ധിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ആകെ വിയർത്തൊഴുകി നിൽക്കുക. എന്നെ കാത്തു നിൽക്കുന്നുണ്ടോ അതോ ഇപ്പോൾ താഴേക്ക് പോകുവാണോ? അവൻ ഇട്ടുമാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. ഇല്ല, ഞാൻ താഴേക്ക് പോകുക. അവളെ ഒന്ന് മൂളി കേട്ടുകൊണ്ട് ആദി ബാത്റൂമിലേക്ക് കയറി. ജാനി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. എങ്ങനെയൊക്കെയോ അടുക്കള തപ്പിപ്പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അമ്മയും അപ്പച്ചിയും എന്തോ കാര്യമായ പണിയിലാണ്. ഈ സാധനം എപ്പോഴാണോ വന്നത്? ഇന്നലെയൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. അംബികയെ കണ്ടതും അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഈ ചോദ്യമാണ്. മോള് വന്നോ? ദാ ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്, എടുത്തു കുടിക്ക്. ഇന്നാ കപ്പ്. മീനു അവളെ കണ്ടതും പുഞ്ചിരിയോടെ അടിച്ചു ചെന്ന് കപ്പ് എടുത്തു കൊടുത്തു. ജാനി അത് വാങ്ങി ഫ്ലാസ്കിൽ നിന്നും ചായ ഒഴിച്ച് ചുണ്ടോടടുപ്പിച്ചു. അല്ലേ, ഇതെന്തു കൂത്ത്? കെട്ടിക്കേറി വരുന്ന പെൺപിള്ളേർ നേരത്തും കാലത്തും എഴുന്നേറ്റ് വരണമെന്നറിയാതെയാണോ കൊച്ചേ നീ ഇങ്ങോട്ട് വന്നത്? ഇതിനെയൊക്കെ വളർത്തുദോഷം എന്നല്ലാതെ എന്താ പറയുക? അതെങ്ങനെയാ? തന്തേം തള്ളയും ഇല്ലാതല്ലേ വളർന്നേ? അപ്പോ ഇത്രയൊക്കെ ഗുണം കാണൂ. അംബിക ജാനിയെ കെർവിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അംബികയുടെ വാക്കുകൾ ജാനിക്ക് ചെവിയിൽ ഈയ മുരുക്കി ഒഴിച്ചതുപോലെയാണ് തോന്നിയത്. ചുണ്ടോടടുപ്പിച്ച ചായ ഒരിറക്ക് പോലും കുടിക്കാനാവാതെ തരിച്ചു നിന്നു പോയവൾ. തൊണ്ടക്കുഴിയിൽ തിങ്ങി നിറഞ്ഞ സങ്കടക്കടലിനെ അടക്കി നിർത്താൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. നാത്തൂനെ, മീനൊരു താക്കീതോടെ വിളിച്ചു. ഇതെന്ത് തോന്നിയാസാ പറയുന്നേ? അവർ ജാനിയെ ഒരു താങ്ങിനെന്നോണം ചേർത്തു പിടിച്ചു. ഞാനെന്ത് തോന്നിയാസം പറഞ്ഞു എന്നാ? മൂട്ടിൽ വെയിലടിക്കും വരെ കിടന്നുറങ്ങിയിട്ട് തോന്നിയ സമയത്ത് വരാൻ ഇതെന്താ വല്ല സത്രമാണോ? അംബികയിലൊരു പുച്ഛച്ചിരി നിറഞ്ഞു. ഇനിയും പിടിച്ചു നിൽക്കാനാവതില്ലാതെ കയ്യിലിരുന്ന കപ്പ് കിച്ചൺ സ്ലാബിലേക്ക് വെച്ച് ജാനി പുറത്തേക്ക് നടന്നതും ആരുടെയോ ദേഹത്തിടിച്ചവൾ നിന്നുപോയി. തലയുയർത്തി നോക്കിയതും നെഞ്ചിൽ കയ്യും പിണച്ചു കെട്ടി വാതിൽപ്പടിയിലേക്ക് ചാരി അംബികയെ ദഹിപ്പിക്കാൻ എന്നവണ്ണം നോക്കി നിൽക്കുന്ന ആദിയെയാണ് കണ്ടത്. അവന്റെ സാമീപ്യം അറിഞ്ഞതും ഇതുവരെ അടക്കി പിടിച്ചിരുന്ന കണ്ണുനീർ അണപൊട്ടി അവളുടെ കവിളിലൂടെ നീർച്ചാലായി ഒഴുകി. ആദി അവളുടെ കണ്ണുനീർ തുടച്ചിട്ട് ജാനിയെ മുന്നിൽ നിന്നും ഒരു ഓരത്തേക്കായി മാറ്റി നിർത്തി അംബികയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അവനെ ഈ സമയത്ത് ആരും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് അംബിക ഇത്രയും പറഞ്ഞത് തന്നെ. കണ്ണിൽ ചുട്ടരിക്കാനുള്ള അഗ്നിയുമായി തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കാണെ അവരൊന്ന് പതറിപ്പോയി. ഒരാശ്രയത്തിനായി മീനുവിനെ നോക്കിയപ്പോൾ അമർഷത്തോടെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ആദ്യം മുന്നിൽ വന്ന് നിന്നതും അവർ ഉമിനീരിറക്കിപ്പോയി. അപ്പച്ചി ഇപ്പോൾ എന്താ പറഞ്ഞേ? ദേഷ്യത്തിൽ ആദിയുടെ കഴുത്തിലെ ഞരമ്പുകളെല്ലാം വരിഞ്ഞു മുറുകിയിരുന്നു. അത് മോനെ, അപ്പച്ചി വെറുതെ മോളോട് ഓരോന്ന് പറഞ്ഞു നിന്നതാ. അവർ മുഖത്ത് അമിത സ്നേഹം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഞാനിവിടെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്നതല്ല ഇവളെ. ഇത്രയൊക്കെ നിന്ന് പ്രസംഗിച്ചിട്ട് അപ്പച്ചിയുടെ മോള് കാർത്തിക എവിടെ? അവൾക്ക് എഴുന്നേൽക്കാൻ നേരമായില്ലേ? അതിനവളുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. അതുപോലെയാണോ ഇവൾ? അംബിക അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ജാൻവിക്ക് എന്താ പ്രത്യേകത? കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഒരെല്ലും കൂടി മുളച്ചു വരുമോ? മര്യാദയ്ക്ക് നിൽക്കാണെങ്കിൽ മാത്രം ഈ വീട്ടിലേക്ക് കയറി വന്നാൽ മതി. ഇല്ലേൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇതെന്റെ വീടാണ്. അല്ലാണ്ട് അപ്പച്ചിയുടെ വീട്ടിലേക്കല്ല ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇനിയും ഇവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ടു നിന്നു വരില്ല. പറഞ്ഞത് മനസ്സിലായോ? അതെന്താ ആദ്യം നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നത്. നിനക്ക് തോന്നുമ്പോൾ ഇറക്കി വിടാനൊന്നും ഈ അംബികയെ കിട്ടില്ല. അവർ വീറോടെ പറഞ്ഞു. ഈ ശബ്ദമെല്ലാം കേട്ട് കാർത്തികയും അടുക്കളയിലേക്ക് വന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൾ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അംബിക എന്തോ ഒപ്പിച്ചെന്ന് തിരിഞ്ഞതും അവൾ സീനത്ത പന്തിയല്ല എന്ന് മനസ്സിലാക്കി പയ്യെ അവിടെ നിന്ന് മുങ്ങി. എന്നാൽ ഞാൻ പറയാം, ഇന്ന് ഇരുട്ടുന്നതിന് മുന്നേ രണ്ടും ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോണം. ഞാൻ സുധാകരനെ വിളിച്ചു പറഞ്ഞോളാം. കേശവിന്റെ ശബ്ദം ആ വീട്ടിൽ ഉയർന്നു കേട്ടതും എല്ലാവരും നിശബ്ദമായി. ഏട്ടാ, ഏട്ടനിതെന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഇന്നലെ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി എന്നെ തള്ളി പറയുന്നു. അംബികയിൽ വാശി നിറഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു വന്ന വെറുപ്പോടെ ജാനിയെ നോക്കിയതും അവൾ ആദിയുടെ പിന്നിലേക്കായി ഒളിച്ചു. അംബികയുടെ നോട്ടത്തിൽ അവൾ അത്രയും ഭയന്നിരുന്നു. ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ ജാനി അവന്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആദി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു.